നമസ്കാരം. ഒരു പൊടി വൈകി തോന്നുന്നില്ല, 3 മിനിറ്റ് വൈകി, ക്ഷമിക്കണം. ആമുഖമായി പറഞ്ഞോട്ടെ, ഞാനൊരു കാര്യം. എൻ്റെ ബിഗ് ബോസിൽ നിങ്ങൾക്ക് അറിയാവുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീചേട്ടൻ്റെ അമ്മ മരിച്ച ദിവസമാണെന്ന്. അപ്പം എനിക്കിന്ന് വൈകിട്ട് കണ്ണൂർ പോകാനുള്ളതുണ്ടായതുകൊണ്ട് എനിക്ക് കൊല്ലത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല. അപ്പം ശ്രീചേട്ടൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരു ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈവിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ലൈവ് ഇടാനുള്ള പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിവിധ വിഷയങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ, കമന്റുകൾ മറ്റും ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഒരു ലൈവ് ഇടാമെന്ന് കരുതിയത്. പല ആൾക്കാരും എന്നോട് കമന്റിൽ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരോടും വന്ന് കമന്റിൽ ഇങ്ങനെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒരു ലൈവിൽ വരാം. ലൈവിൽ വന്നിട്ട് അത്യാവശ്യം കാര്യം, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്, എതിർക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പലർക്കും പല രീതിയിലുള്ള മാനസികാവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. എല്ലാവരോടും ഒരേപോലുള്ള സ്നേഹം മാത്രം. അപ്പം ഞാൻ ഇപ്പം രാവിലെ ലൈവിൽ വരാമെന്ന് പറഞ്ഞ സമയത്ത് കുറച്ച് കമന്റുകളും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പം അതിനൊക്കെ കുറിച്ച് മറുപടി പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏഞ്ചലിന് അടുത്തിടെ ഒരു വീഡിയോയിൽ ഞാൻ ഭയങ്കര ജാടയാണ്, അഖിലേട്ടനെ വിളിച്ചാൽ കിട്ടത്തില്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കുറേ പേര് എനിക്ക് ആ വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയത്, ഞാൻ ആ തുടക്ക സമയങ്ങളിൽ ഞാൻ വാട്സപ്പ് നോക്കാറില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് ആരൊക്കെ മെസ്സേജ് അയക്കുന്നു എനിക്കറിയില്ല, ഒന്നാമത്തെ കാര്യം. 2, നമ്മളിപ്പം ഞാൻ ബിഗ് ബോസിനകത്ത് വെച്ചിട്ട് അങ്ങനെ വലിയ സൗഹൃദമൊന്നുമുള്ള ആൾക്കാരായിരുന്നില്ല പലരും. പിന്നെ പുറത്തിറങ്ങിയ സമയത്ത് എൻ്റെ സമയവും സൗകര്യം പോലെയൊക്കെ ഞാൻ പലരെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എന്നെ പേഴ്സണലി വന്ന് കണ്ടിട്ടുള്ള ഓരോരുത്തർക്കും അറിയാം എനിക്ക് എന്ത് ജാടയുണ്ടെന്ന്. വാട്സപ്പിലും മറ്റു കാര്യങ്ങളും വരുമ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും മറുപടി കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കുന്നതാണ്. എന്തായാലും ഏഞ്ചലിൻ്റെ ചോദ്യത്തിന് എനിക്കിഷ്ടപ്പെട്ടു അവളുടെ പരിഭവം. അപ്പോൾ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ളൊരു ഉത്തരം ആണ് ഞാൻ പരമാവധി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് മീറ്റിങ്ങുകളും കാര്യങ്ങളും ഇപ്പോൾ തന്നെ ഉണ്ട് എനിക്ക്. ബിഗ് ബോസിൽ ആരുമായി കോണ്ടാക്ട് ഉണ്ട് എന്ന് ഒരു ലിനോയ് ചോദിച്ചേക്കുന്നു. ബിഗ് ബോസിൽ എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുമായിട്ടൊക്കെ കോണ്ടാക്ട്സ് ഉണ്ട്. എല്ലാവരെയും നേരിൽ കാണാനും എടുക്കാനും ഒന്നും കഴിയാറൊന്നുമില്ല. പിന്നെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിൽ ഇടണോ ഫേസ്ബുക്കിൽ ഇടണോ എന്നൊന്നും ഞാൻ പൊതുവെ പണ്ടും ചെയ്യാറില്ല. അതുകൊണ്ട് കാണുന്ന ആൾക്കാരെയൊക്കെ കാണാറുണ്ട്. വിഷ്ണുവിനെ വിളിക്കാറുണ്ട്, ശ്രീചേട്ടനായിട്ട് മിക്കപ്പോഴും സംസാരിക്കാറുണ്ട്, സെറീനെ ദുബായി പോകുമ്പോഴൊക്കെ കാണാറുണ്ട്, പിന്നെ മിഥുനായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് പോന്നു. അടുത്തൊരു ചോദ്യം, ബിഗ് ബോസ് കഴിഞ്ഞു, എന്താണ് ഭാവി പ്ലാൻ, ബിസിനസ്, രാഷ്ട്രീയം? അങ്ങനെ വലിയ പ്ലാനുകളൊന്നും പൊതുവെ ഞാൻ ഭാവിയിലേക്ക് മാറ്റി വെക്കാറില്ല. ഇതുവരെ സംഭവിച്ചതൊക്കെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു. അതുകൊണ്ട് മുന്നോട്ടുള്ള പോക്കും അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് കരുതുന്നു.